BMC ഫോളോവേഴ്സിന് വേണ്ടി ഇങ്ങനെ മിററിന്റെ കാര്യം പറഞ്ഞില്ലേ, മിറർ ഫിറ്റ് ചെയ്യണം, അത് എവിടെ ഫിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തായിട്ടാണ്? എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഓണമാണ്, ഓണക്കാലമാണ്. അതുകൊണ്ട് തന്നെ BMC ഫോളോവേഴ്സിന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ UK ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നു, UK പലരും ആഗ്രഹിക്കുന്നു, പുതിയതായിട്ട് വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടതും അതുപോലെ നിലവിലുള്ളവർക്കും വേണ്ടതും ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം നമ്മൾ പലപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ എക്സാം സമയത്ത് പലപ്പോഴും ഇൻസ്ട്രക്ടറുടെ കാരണം ഉപയോഗിക്കാം. കാരണം അതിനെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും അത് ചൂസ് ചെയ്യുക. അപ്പൊ എനിവേ അത് നമ്മൾ ഇൻസ്ട്രക്ടറുടെ കാറിൽ കൂടാതെ സ്വന്തം കാറിൽ നമ്മൾ എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം, പിന്നെ എങ്ങനെയാണ് സ്വന്തം കാറിൽ നമ്മൾ പോയി ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിലാണ് ഇന്ന് നമ്മളോടൊപ്പം. BMCക്ക് ഇന്ന് നമ്മുടെ BMCയോട് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ ബേസിലെ വെൽക്കം. ഓണമാണ്, ഓണക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ BMC പ്രേക്ഷകർക്ക് ആദ്യത്തെ ഒരു ചോദ്യം, ബേസിലെ നമ്മള് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ വണ്ടി കൊണ്ടുപോയത് ഈ വണ്ടിയല്ല ഞാൻ കൊണ്ടുപോയത് പോളോ ആയിരുന്നു, വോക്സ്വാഗന്റെ. അപ്പൊ അതിനകത്ത് ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രാ മോഡിഫിക്കേഷൻ ടയർ എടുത്ത് കളഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നു 4 ടയർ, അത് മെയിൻ ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. 4 ടയർ ഗ്രൂവുള്ള ടയർ ആയിരിക്കണം, പിന്നെ ഉള്ളിൽ നീറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മള് എൽബോർഡ്, ഫ്രണ്ടും ബാക്കും എൽബോർഡ് വേണം. അത് എത്ര എണ്ണം വേണമെന്നില്ല, ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം. അതിനകത്ത് 2 എണ്ണം മിനിമം പറയണേ, നമുക്ക് എത്ര മണി ഓട്ടിക്കാം, 2 മിനിമം എന്തായാലും വേണം. പിന്നെ വേണ്ടത് വണ്ടിയുടെ അകം ക്ലീൻ ആയിരിക്കണം. എൽബോർഡിനെ പറ്റി പറഞ്ഞു, നമ്മൾ എൽബോർഡ് ഏത് ഭാഗത്തായിരിക്കും നമ്മളത്? ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം. അത് മാഗ്നറ്റിക് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ വെക്കാം. ഞാൻ മാഗ്നറ്റിക് ആയിരുന്നു ഇത് ഹാൽഫോർഡിന് മേടിച്ചത്. ഏതാണ്ട് ഇതിനും 6 വയസ്സ് മിററിനും കൂടെ എനിക്ക് ആകെ വന്നത് ഏതാണ്ട് 4 പൗണ്ടിന് അടുത്ത് അങ്ങനെ തോന്നുള്ളൂ, 2 മാഗ്നറ്റിക്. ഇതെല്ലാരും പറഞ്ഞു എന്നൊക്കെ പറയും, പക്ഷെ എന്റെ കേസിൽ കുഴപ്പമുണ്ടായില്ല, സ്റ്റിക്ക് ചെയ്തിരുന്നായിരുന്നു. പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ വേറെ കാര്യമായിട്ട് അവർ ചോദിച്ചില്ല, റെഡ് എന്തെങ്കിലും വാണിംഗ് ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു വണ്ടിക്കകത്ത്. അതൊന്നും കുഴപ്പമുണ്ടായില്ലായിരുന്നു, വാണിംഗ് ലൈറ്റുകളൊന്നും ഉണ്ടായില്ലായിരുന്നു. വണ്ടി കയറി എന്റെ കൂടെ കയറിയിരുന്നു. അവിടെ നിന്നാണ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ടെസ്റ്റ് പോയ സമയത്ത് എന്റെ കൂട്ടത്തില് എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിനെ അലോ ചെയ്തായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം സമയത്ത് നമ്മൾ ഫ്രണ്ടിനെ അലോ ചെയ്യും. അത് അറിഞ്ഞിട്ടാണോ ഫ്രണ്ടിനെ കൊണ്ടുപോയത് അതോ? അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഇൻസ്ട്രക്ടറിനോട് ചോദിച്ചു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഒരാളുണ്ട്, ആളെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ ആള് കയറുമ്പോ ഡ്രൈവിംഗ് സീറ്റിന്റെ ബാക്കിലാണ് ഇരിക്കാൻ. അതായത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവർക്ക് ആളെ കാണാൻ പാടില്ല നോക്കണം. അപ്പൊ ഡ്രൈവിംഗ് സീറ്റിന്റെ ബാക്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഉണ്ടാതിരിക്കണം, ഫോണ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഫോണൊക്കെ സൈലന്റ് ആക്കിയിട്ട് ഇരുന്നോളാൻ പറഞ്ഞു പുള്ളി. അപ്പൊ പുള്ളി കയറിയിരുന്നു. അല്ല, നമ്മുടെ ഈ ഫ്രണ്ട് വരുമ്പോ ഒരു കോൺഫിഡൻസ് വന്നില്ല സ്വാഭാവികമായിട്ടും? എനിക്ക് ഫ്രണ്ടിനെ കൊണ്ടാൻ പറ്റുന്നുള്ള കേസ് അവിടെ ചെന്നപ്പോ ഫ്രണ്ടിനെ അലവ് ചെയ്യും. കാലത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. ആള് വരുന്നുണ്ടെങ്കിൽ കയറി, ആള് ആദ്യം കയറി നോക്കാൻ പറയും. നമ്മുടെ ഇൻസ്ട്രക്ടർ കൂടെ നോക്കും. ഇൻസ്ട്രക്ടർ നമ്മുടെ കാറിന്റെ ചുറ്റും നടന്ന് നോക്കും, എന്തെങ്കിലും ടയറിനോ എന്തെങ്കിലും പാർട്സ് എന്തെങ്കിലും ഡാമേജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നടന്ന് നോക്കിയിട്ടായിരിക്കും ഇൻസ്ട്രക്ടർ അകത്ത് കയറുന്നത്. എന്നിട്ട് നമ്മളകത്ത് കയറിയിരിക്കും. ആദ്യം നമുക്ക് ഷോമി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ചോദിച്ചത് റിവേഴ്സ് വൈപ്പർ ഇടാനായിരുന്നു. ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാനെടുത്തത് മാനുവൽ ആയിരുന്നു, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ എടുത്ത്. വന്ന് എനിക്കൊരു ലേഡി ഇൻസ്ട്രക്ടർ ആയിരുന്നു. പിന്നെ എന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നാട്ടിൽ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇവിടെ വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തു. അതിന് മുമ്പ് കൂട്ടുകാരുടെ കൂടെ പോയി അവർ വണ്ടി ഓടിക്കണ കണ്ടുപരിചയമുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. നാട്ടിലൊരു ലൈസൻസ് എടുത്തിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഇവിടെ വന്ന് അവരുടെ കൂടെ പോയി ഇവിടുത്തെ റൂളാണ് വെച്ച് നോക്കുമ്പോൾ നാട്ടിലൊക്കെ എളുപ്പം ഓടിക്കാൻ ഇവിടെ. കാരണം റൂള് പാലിച്ച് ഓടിച്ചാൽ നമ്മൾ റോഡ് നോക്കണ്ട, റോഡുകൾ പാലിക്കണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ അല്ല, എല്ലാവരും റൂളും കാര്യങ്ങളും നോക്കി ഓടിക്കണം. അപ്പൊ നമ്മള് റൂള് പാലിച്ചാണ് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖം ഇവിടെ, നാട്ടിലൊക്കെ എളുപ്പം. ആരും നമ്മുടെ എടുത്തിട്ട് ഒന്ന് കയറാൻ പോകുന്നില്ല. നമ്മൾ ഭംഗിയായിട്ട് ഓടിക്കുന്നു, അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാവുന്നതാണ്. നമ്മുടെ BMC ഫോളോവേഴ്സിന് വേണ്ടി ഇങ്ങനെ മിററിന്റെ കാര്യം പറഞ്ഞില്ലേ, മിറർ ഫിറ്റ് ചെയ്യണം, അത് എവിടെ ഫിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തായിട്ടാണ് അത്? കോ ഡ്രൈവറുടെ സൈഡിലായിരിക്കണേ. ഇത് നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണല്ലേ? അതെ, ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ മേടിച്ച ഹാൽഫോർഡിൽ നിന്ന് ഇതും അയൽബോർഡും കൂടെ എനിക്ക് 4-5 പൗണ്ടിന് അടുത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ മിററാണ് വെക്കുന്നത്. ഇത് വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് വല്ലതും ഉണ്ടോ? വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് നമ്മുടെ വിങ് മിററിൽ നമ്മുടെ മറ്റേ കർവ് കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയ റൗണ്ട് മിറേഴ്സ് കിട്ടും. ഇവിടെ കിട്ടും. യെസ്, അതൊക്കെ നമ്മൾ ഈ പാരൽ പാർക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കർവ് കണ്ടിട്ട് ഒന്ന് ടച്ച് ചെയ്യേണ്ടത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും കർബ് ടച്ച് ചെയ്യാണ്ട് വേണം പാർക്ക് ചെയ്യണം എന്നുള്ള കേസ് പറയും. അപ്പൊ അന്നേരം നമുക്ക് വേണമെങ്കിൽ ആ കർബ് ആ 2 കുഞ്ഞു മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് അല്ലെങ്കിൽ പാരൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് കർബിൽ ടച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ആ 2 കുഞ്ഞു മിറർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് ഈസിയാണ്, നമുക്ക് കർബ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മിററിന് നേരെ വീൽ എവിടെയാണെന്നുള്ളത് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്റെ വിങ് മിററിൽ 2 അതുണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റില് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നമൊന്നുമില്ല ടെസ്റ്റ് പാസ്സാവാനായിട്ട്. എല്ലാവരും പറയുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ പറയും. എന്റെ ടെസ്റ്റിൽ എനിക്ക് അങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ പോലെ എനിക്ക് ഫീൽ. കാരണം ഞാൻ ഓടിച്ചത് അവർ മെയിൻലി ഞാൻ ഡേറ്റ് എടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞത് കാലത്ത് 11 മണിക്ക് ശേഷം, അതുപോലെ തന്നെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ 2 മണിക്ക് മുമ്പും 6 മണിക്ക് ശേഷവും അങ്ങനെ ടൈം എടുക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈം ഒഴിവാക്കിയിട്ടുള്ള ടൈം എടുക്കാൻ. സ്കൂൾ ടൈമിൽ നമ്മൾ കുറച്ചും കൂടി നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ 2 സമയം ഒഴിവാക്കിയിട്ടുള്ള ടൈം എടുത്തത്. അപ്പൊ ആ സമയത്താകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഓടിക്കാം. റോഡ് ഈസി ആയിരിക്കില്ല. സ്റ്റുഡൻസോ അല്ലെങ്കിൽ പിള്ളേരുള്ള ആരും റോഡുകൾ ഉണ്ടാവില്ല, റോഡ് ഫ്രീ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ വണ്ടി ടെസ്റ്റിന് ഡേറ്റ് എടുത്തത്. പിന്നെ ഞാൻ ആദ്യം എടുത്ത ഡേറ്റ് ഇവിടെ അല്ലായിരുന്നു, മാഞ്ചസ്റ്റർ അപ്പുറം കണ്ട ഡേറ്റ്. നമുക്ക് നോർത്തണ്ടർ, ഞാൻ നിൽക്കുന്നത് നോർത്തണ്ടറില്ല. അപ്പൊ ഇവിടെ ഡേറ്റ് ഉണ്ടായില്ലായിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് എവിടെ കിട്ടുന്ന അവിടെ എടുക്കുക. എന്നിട്ട് ഫാസ്റ്റ് ട്രാക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറി നമ്മുടെ റെഫറൻസ് നമ്പറും നമുക്ക് എവിടെയാണോ ഏത് സ്ഥലത്താണോ ടെസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടെസ്റ്റും നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഓട്ടോമാറ്റിക് ബുക്കിംഗ് ഓൺ ആക്കി ഇട്ടേക്കാം. ഞാൻ അങ്ങനെ ഇട്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ ഡേറ്റ് ഇട്ട് 4 മാസത്തെ ഗ്യാപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് 2ാമത്തെ ദിവസം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നോർത്താംപ്ടണിൽ ഇന്ന ഡേറ്റിൽ 11:30 ഡേറ്റ് വന്നിട്ടുണ്ട്, അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു, കൺഫർമേഷൻ വന്നു. നോക്കിയപ്പോൾ 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ടെസ്റ്റിന്. ഞാനാണെങ്കിൽ തിയറി പാസ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചു. ടെസ്റ്റ് വന്നപ്പോ ഗിവല നമുക്കറിയാലോ, ഗിവലയിൽ എന്റെ വണ്ടി ഓഫായിരുന്നു. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അവർ മെയിനിൽ നോക്കണം. നമ്മൾ ഓടിക്കണേൽ നമുക്ക് ഇപ്പൊ ഒരു ജംഗ്ഷൻ വരുവാണെങ്കിൽ ജംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെ ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യില്ലേ, നമ്മൾ അവിടുന്ന് വണ്ടി വരാം, അതൊക്കെ നമ്മൾ നേരത്തെ വണ്ടിക്കകത്ത് നമ്മൾ നോക്കണം. ആ ജംഗ്ഷൻ അവിടെ ഉണ്ട്, അപ്പൊ അവിടുന്ന് വണ്ടി വരുന്നു. അപ്പൊ നമ്മൾ ഏറെക്കുറെ പറഞ്ഞ് മൊത്തം ഒരു ആക്ടിങ് ആണ് നമുക്ക് ആ സമയത്ത് വേണ്ടേ. ഫുള്ള് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണമെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് മാത്രമല്ല, ചെറിയ തെറ്റുകൾ വരുമ്പോൾ ബേസിൽ പാനിക് ആയിരുന്നു. അതിൽ കാര്യമില്ല, പാനിക് ആവേണ്ട കാര്യമില്ല. എനിക്കും പറഞ്ഞില്ലായിരുന്നു എന്റെ ഒന്ന് വണ്ടി ഓഫായി റണ്ണിങ്ങിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഗിവലയിൽ വണ്ടി എടുക്കണ സംഭവമായിരുന്നു. ഒരു ചെറിയൊരു കയറ്റമായിരുന്നു. എടുത്തപ്പോ വണ്ടി ഓഫായി. പുള്ളിക്കാരി ഒന്നും കണ്ടില്ല അവിടെ ഇരുന്നു. ഞാനപ്പോ വണ്ടി എടുത്തു, കണ്ടിന്യൂ ചെയ്ത് പോയി. നമ്മള് അയ്യോ തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ പാനിക് ചെയ്ത് ഈ ടെസ്റ്റ് ഫെയിൽ ആവുന്നുള്ളൊരു ഇതൊന്നും വേണ്ട. നമ്മള് ഭംഗിയായിട്ട് ഓടിച്ച് അവസാനിപ്പിക്കാന്നുള്ളതാണ് മെയിൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഇപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് എടുക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഓവർടേക്ക് ചെയ്ത് കയറി പോണായിരുന്നു. അവിടെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോ തന്നെ ബസ്സും പാരലായിട്ട് പോകുന്നു. ശരിക്കും അവിടെ ഞാൻ വണ്ടി നിർത്തി. എന്റെ ബാക്കിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിക്കാരൻ നിർത്തി. അപ്പൊ ബസ്സിന്റെ ഇപ്പുറത്ത് ഞാൻ എന്റെ ബാക്കിൽ വേറെ വണ്ടിക്കാരൻ. അവിടെ നമ്മൾ പാനിക് ചെയ്ത് റൈസ് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോകുന്നല്ലോ. ഞാൻ വണ്ടിയുടെ സ്ലോ ആക്കി നിർത്തി. ബസ്സുകാരൻ അപ്പൊ അവിടെ വണ്ടി നിർത്തിട്ട് കയറി പോയിക്കോളം പറഞ്ഞ് കയറി പോയി. ശരിക്കും നമ്മളപ്പോ ആ ടെസ്റ്റ് അവിടെയൊക്കെ ഞാൻ ആ ഒരു സംഭവം വന്നപ്പോ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരെ സംസാരിച്ചപ്പോ മുമ്പേ പറഞ്ഞായിരുന്നു ടെസ്റ്റിന് മുന്നേ. അപ്പൊ ഞാനത് ആ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്കാരി ടെസ്റ്റ് കഴിഞ്ഞ സമയത്തോട് പറഞ്ഞു നീ ആ സിറ്റുവേഷൻ ഭയങ്കര ഹാൻഡിൽ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. ഓവർ പാനിക് സാധാരണ നമ്മളിപ്പോ ടെസ്റ്റ് നമ്മൾ നോർമലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വണ്ടി ഇറങ്ങും, നമ്മൾ ഒന്നല്ലെങ്കിൽ വണ്ടി റേസ് ചെയ്ത് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ സഡനായിട്ട് ചവിട്ടി നിർത്തും. രണ്ടും ഞാൻ ചെയ്തില്ല. വണ്ടി ഞാൻ ഭംഗിയായിട്ട് അവിടെ ഒരു ബോക്സ് ജംഗ്ഷൻ ആയിരുന്നു, അവിടെ ഞാൻ പതുക്കെ ആ പുള്ളി വണ്ടിക്കും പ്രശ്നക്കാരനില്ല, ഞാൻ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവിടെ ചവിട്ടി നിർത്തി. പുള്ളി അപ്പോൾ കൈകൊണ്ട് കയറി പോയിക്കോളം പറഞ്ഞ് ഞാൻ കയറി പോയി. എൻ്റെ ബാക്കിൽ കൊണ്ടുകൊണ്ട് അവരും കയറി പോകുന്നു. അത് തീർന്ന സമയത്താണ് പറഞ്ഞത്. ഞാനത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അവിടെ പിന്നെ ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ കയറിയത്. അപ്പോൾ പുള്ളിക്കാരോട് ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓവർടേക്കുന്ന സമയത്ത് എന്നുള്ളൊരു സജഷനോട് തന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞ സിറ്റുവേഷൻ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ. പിന്നെ ടെസ്റ്റ് എല്ലാവരും പറയണ പോലെ അത്ര വലിയ പാടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയില്ല അവിടുത്തെ. കാരണം എന്റെ കൂട്ടുകാരന്മാരും ലൈസൻസ് എടുത്തവരുണ്ട്. അവരും ചോദിച്ചപ്പോ അവരും ഈ വീഡിയോ കണ്ട് ഓൺലൈനിൽ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയെ. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് കിട്ടാണ്ട് പറയുന്നവര് പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര പാടാണ്, സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസിൽ പോയി എടുക്കുക എന്നുള്ളതാണ്. ഭംഗിയായിട്ട് വേണ്ട പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര മൈനർ 4 മൈനർ മേജർ അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്.
എന്തായാലും അവർ പറഞ്ഞത് മൂന്നിടത്ത് അങ്ങോട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഞാനത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളവർ പറഞ്ഞു. അവർ തീരുന്ന സമയത്ത് പറയും നമ്മുടെ എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. 3 മിസ്റ്റേക്ക് പറഞ്ഞു. അത് ഞാൻ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഓക്കെ.